ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിരിക്കുന്നത് വിജയ് മിൽട്ടൺ സംവിധാനം ചെയ്ത് വിജയ് ആൻ്റണിയെ നായകനാക്കി ഒരുക്കിയ ചിത്രമാണ് മയപിടിത്ത മണിതൻ എന്ന് പറഞ്ഞ ചിത്രം. ചിത്രം ഇന്ന് റിലീസ് ചെയ്തു. ചിത്രം പറയുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് ഏജൻറ്റ് മരണപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒളിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നും അയാളെ ആൻഡമാൻ എന്ന സ്ഥലത്തേക്ക് കൊണ്ടാക്കുകയും അവിടെ നിന്നും അയാളുടെ കഥ തുടങ്ങുന്നതുമാണ് ചിത്രം കാണിച്ചിരുന്നത്. ചിത്രത്തിൽ അവിടെ താമസിക്കുമ്പോൾ അയാൾ മരണപ്പെട്ടു, അയാൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ പുതിയ ഐഡൻറ്റിറ്റിയിലാണ് നീ താമസിക്കാൻ പോകുന്നത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ആൻ്റണിയെ ശരത് കുമാർ അവിടെ കൊണ്ടാക്കുകയാണ്. അങ്ങനെ ആണ് കഥ തുടങ്ങുന്നത്. അതിനുശേഷം വിജയ് ആൻ്റണി അവിടെ താമസിക്കുകയും അങ്ങനെ വരുമ്പോൾ വിജയ് ആൻ്റണിക്ക് അവിടെ നിന്നൊരു നായക്കുട്ടിയെ കിട്ടുകയും അങ്ങനെ നായക്കുട്ടിൻ്റെ കാല് ഒടിഞ്ഞിട്ടുണ്ട്, അത് നഖം പോവുകയും അങ്ങനെ ആണ് കഥ നടന്നുകൊണ്ട് പോകുന്നത്. അതിനിടയിൽ ഈ നായക്കുട്ടിയെ വില്ലന്മാർ വന്നുകൊണ്ട് കാലൊടിക്കുകയും അതിലൂടെ വിജയ് ആൻ്റണിൻ്റെ തനി രൂപം, സീക്രട്ട് ഏജൻറ്റ് എന്ന തനി രൂപം എടുത്തതിന് ശേഷം അവരെ എല്ലാം അടിച്ചിടുകയും എന്നിട്ട് മുന്നോട്ട് പോകുന്നതാണ് ചിത്രം കാണിച്ചിരുന്നത്. ചിത്രത്തിൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു തവണ നമുക്ക് എന്തായാലും തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാം. പക്ഷേ ജോൺ വീക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിലും ഉണ്ട്. പിന്നെ ഇതിന് രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്ന് പറയുന്നത്, അതുകൊണ്ട് രണ്ടാം ഭാഗം എങ്ങനെ ആയിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചിത്രം നമുക്ക് വൺ ടൈം വാച്ചബിളാണ്. ഒരിക്കലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചിത്രം മോശം പടമാണെന്ന് ചോദിച്ചാൽ മോശം പടമൊന്നുമല്ല, എന്നാലും സ്റ്റോറി കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്റ്റോറി എന്ന് മാത്രം പറയാം. വൺ ടൈം നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം കമൻറ്റ് ചെയ്യും. താങ്ക് യു.